സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത്. അത് പക്കാ നെഗറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര ബുള്ളിങ് അങ്ങനെയുള്ള കമൻസ് എനിക്ക് വരാറില്ല. കൂടുതലും എനിക്ക് വരുന്നത് ജഡ്ജ്മെൻ്റാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല പിള്ളേരെ വളർത്തേണ്ടത്, അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്രയും നാളായിട്ട് ഡയപ്പർ നിങ്ങൾ മാറ്റിയില്ലേ, ഇങ്ങനത്തെ കമൻസൊക്കെയാണ് എനിക്ക് ആദ്യം വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്കും മുറിക്കുമൊക്കെ ചില വൾഗർ കമൻസ് വരാറുണ്ട്. അതൊന്നും നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ തുടങ്ങുന്ന സമയമുണ്ടല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളാണ്. നമ്മളൊരു കമൻറ്റിലാണ് നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസം പോകുന്നത്. അപ്പോൾ ഒരു നല്ല കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ സ്വർഗം കിട്ടിയ കണക്കാണ് എല്ലായിടത്തും. കണ്ടോ ദേ എന്ത് വലിയ കമൻറ്റാണ് കുത്തിയിരുന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരു 10 നല്ല കമൻറ്റ് വന്നിട്ട് അതിനകത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ തീർന്ന്. നെഗറ്റീവ് കമൻറ്റ് ഇൻ ദ സെൻസ് എനിക്ക് കൊള്ളണം, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് ചിലതൊക്കെ അങ്ങോട്ട് കൊള്ളും, ചില ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. പിന്നെ അത് നമുക്ക് ഒരു എന്താണ് ഫീലിംഗ് ലോ അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഡിപ്രസ്ഡ് ആവാനൊക്കെയുള്ള ചാൻസ് തരുന്ന ചില കമൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഈ വൾഗർ കമൻസ് ആണ്. അത് നമ്മൾ അധികം നോക്കാറില്ല. അപ്പം തന്നെ സെലക്ട് ഡിലീറ്റ്, അങ്ങനെ ഇപ്പം ആരും വന്ന് എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഞാനിപ്പോൾ അടുത്തായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വൾഗർ കമൻറ്റ് കണ്ടിട്ട് പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്കതിന് റെസ്പോണ്ട് ചെയ്യാനൊന്നും നോക്കില്ല, ഞാൻ ബിസി ആയിപ്പോയി. അപ്പം പെട്ടെന്ന് ഇന്നിരുന്ന് ആലോചിച്ചപ്പം എനിക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഈ കമൻസൊക്കെ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, അത് നമ്മളെപ്പറ്റിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വരുന്ന നെഗറ്റീവ് കമൻസ്, ഈ ജഡ്ജ്മെൻറ്റ്സ്, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബാധിക്കേണ്ട ആവശ്യമല്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഹായ്, ഞാൻ ദീപ. അപ്പം നെഗറ്റീവ് കമൻസ് എങ്ങനെ ഞാൻ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആദ്യമൊക്കെ ഈ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, നമ്മളത് ഒരു വലിയ സംഭവമായിട്ട് എടുത്തിട്ടാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ കമൻസും ഓരോ ട്രോഫിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ കറുത്ത കുത്ത് പോലത്തെ ഓരോ സാധനം വരുമ്പോൾ നമുക്ക് ഭയങ്കര, അതായത് ഒരു സെറ്റ് നല്ല കമൻസ് വന്നിട്ട് അതിനകത്തൊരു ചെറിയ ഒരു നെഗറ്റീവ്നെസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കങ്ങ് അയ്യോ അവരെന്നെ അങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞ് നമുക്കൊരു സങ്കടമൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊന്നും നമ്മൾ റിപ്ലൈ ചെയ്യാൻ പോകാറില്ല. കാരണം എന്തോ നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കാണുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാൻ തോന്നി, എന്തുകൊണ്ടാണ് ഇതിനൊന്നും റിപ്ലൈ ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത്, അവരൊരു പാഠം പഠിപ്പിക്കണം, അങ്ങനൊരു മെൻറ്റാലിറ്റി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഉള്ളൊരു സ്വഭാവം, ഒരു വലിയ നെഗറ്റീവ് കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിനെ ഒന്നെങ്കിൽ പിൻ ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനൊന്ന് കമ്മ്യൂണിറ്റിയിൽ തന്നെ പോസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിന് റിപ്ലൈ ഒന്നും ഞാൻ കൊടുക്കത്തില്ല, കമ്മ്യൂണിറ്റിയിൽ തന്നെ പോസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ട് ചുമ്മാ എല്ലാവരുടെയും ഒരു പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്യും. അല്ലാതെ അതിന് മറുപടി കൊടുക്കാനായിട്ട് ഞാൻ പോകാറില്ല. പിന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്നെസ് ഫീൽ ചെയ്യുകയാണ്, ഭയങ്കര വൾഗറായിട്ടുള്ളൊരു കമൻ്റൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും. ഇനി ഇതിൽ പ്രതികരിക്കേണ്ട പോലും ആവശ്യമില്ല. അങ്ങനെ ഇപ്പം എന്നെ വന്ന് ആരും എന്നെ അങ്ങോട്ട് എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്നെ തോന്നിയതൊന്നും പറയണ്ട എന്നുള്ള രീതി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ. പിന്നെ ഈ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ഇതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാനും സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അധികം വൾഗറായിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ ചെയ്തിട്ട് ഒട്ടും ശരിയല്ലാത്ത കുറേ അധികം വീഡിയോസ്, അല്ലെങ്കിൽ മേ ബി എൻ്റെ ആശയങ്ങളോട് ചേരാത്ത ഒത്തിരി കാര്യങ്ങൾ ഞാൻ വീഡിയോസിലായിട്ട് കാണുന്നുണ്ടായിരിക്കാം, അല്ല പോസ്റ്റായിട്ട് കാണുന്നുണ്ടായിരിക്കാം. ഇതിൻ്റെ ഒന്നും താഴെ പോയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നൊന്നും ഞാൻ പറയാറില്ല. അപ്പം
അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ശരിക്കും ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാരുടെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നമല്ലേ. അപ്പോൾ അത് നമ്മളിപ്പോൾ എത്ര അവരെ ഇവരുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ ഇവരെ പാഠം പഠിപ്പിക്കാൻ പോയാലും ഒക്കെ അവർ നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം അവരുടേത് ഒരു മെൻറ്റാലിറ്റിയാണ്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒരു സമാധാനം കിട്ടുമെങ്കിൽ അതായിക്കോട്ടെ. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്തതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, അല്ലാത്ത അവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. കാരണം ഇതിൻ്റെ പുറകെ നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പോയാൽ നമ്മൾ പണ്ട് നേരിട്ട് ആൾക്കാരെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്നൊരു സമയം, ഇപ്പോൾ അത് കുറവാണല്ലോ. അപ്പോൾ കുറേ കൊളീഗ്സൊക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുമ്പം മതം, രാഷ്ട്രീയം ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ട് വാശിക്ക് സംസാരിച്ച് തുടങ്ങും. അതിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറേ കഴിയുമ്പോൾ നോക്കുമ്പം പണിയൊന്നും തീർന്നിട്ടുണ്ടാകത്തില്ല, ഈ വാശി മാത്രം വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആരുടെയെങ്കിലും ആ ഒരു സൈഡ് അത് വിട്ടുകൊടുക്കുകയില്ല. അപ്പം നമ്മൾ എത്ര ആർഗ്യൂ ചെയ്താലും ഒരാൾക്ക് സ്വയമായിട്ട് തോന്നാതെ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അയാളുടെ ഒരു മെൻറ്റാലിറ്റി മാറ്റാൻ പോകുന്നില്ല. അപ്പം ചുമ്മാ നമ്മൾ സമയം കളയുക, വെറുതെ നമ്മൾ ഈ അടിപിടി കൂടുക എന്നുള്ള പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ടൈം വെറുതെ പോവും. ടൈം മാത്രമല്ല, നമ്മൾ ഈ ആർഗ്യൂ ചെയ്യും തോറും നമ്മുടെ മെൻ്റൽ ഒരു കപ്പാസിറ്റിയും കൂടെ അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കമൻസിന് ശരിക്കും പറഞ്ഞാൽ അവർ മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആർഗ്യൂ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, അവരെ നമുക്ക് നന്നാക്കേണ്ട ആവശ്യമില്ല, ഇവരാരാന്ന് പോലും അറിയത്തില്ല. അപ്പം അങ്ങനൊരു മൈൻഡ് സെറ്റാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇപ്പം എനിക്ക് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ്നെസ് ഫീൽ ചെയ്ത് അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ ചിന്തിക്കുന്ന എപ്പോഴും ഈ പറഞ്ഞ പോലെ, ഞാനാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഞാനാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത്? ഞാൻ പോയിട്ട് അവരുടെ അടുത്ത് നിങ്ങളിത് ചെയ്തത് ശരിയല്ല കേട്ടോ, ഇങ്ങനല്ല നിങ്ങൾ. കൂടുതലും എനിക്ക് അങ്ങനത്തെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് ഞാൻ എൻ്റെ വേ ഓഫ് റൂട്ടീൻ അല്ലെങ്കിൽ ഡെയിലി റൂട്ടീനൊക്കെ കാണിക്കുമ്പോഴാണ്. നിങ്ങൾ വീട് വൃത്തിയാക്കിയത് ശരിയായില്ല, അല്ല നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ വളർത്തുന്നത് ശരിയായിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും നമ്മൾ പിള്ളേരെ ഒന്നും ഇതിലോട്ട് വലിച്ചഴയ്ക്കാത്തത്. കാരണം ആവശ്യമില്ലാതെ വഴി കൂടെ പോകുന്നവരെല്ലാം കൊച്ചിനെ മുടി വെട്ടി നടത്തിയേക്കുന്നു, കൊച്ചിനെ ആമ്പിള്ളാരെ പോലെ നടത്തിയേക്കുന്നു, ഇങ്ങനെ ഒത്തിരി കമൻസ് കിട്ടും കേട്ടോ. അപ്പം നമ്മളാലേക്കും ഇവരാരാ ഇതൊക്കെ അഭിപ്രായം പറയാനായിട്ട്, അല്ലെ ഇവരുടെ അഭിപ്രായം വല്ലവരും ചോദിച്ചോ? അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മളങ്ങനെ വീഡിയോസ് ഇട്ടിട്ടല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇടുമ്പോൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കൊണ്ടുവരികയാണ്, ആ ഒരു പിള്ളേരെയൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കൊണ്ടുവരികയാണ്. പക്ഷേ സ്റ്റിൽ നമ്മളിപ്പോൾ മീൽ പ്രിപ്പിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്കൊന്നും അധികം ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ മറ്റേ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഒത്തിരി കമൻസ് വന്നു, നിങ്ങൾ പിള്ളേരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മുടെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കണോ, അല്ലെങ്കിൽ പിള്ളേരിപ്പോൾ ചെയ്തു തരണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പിള്ളേരെ വളർത്തുന്നത് ശരിയല്ല, ഒത്തിരി കമൻസ് വന്നു. ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇപ്പോൾ വേറെ ആളുടെ ഒരു കൊച്ചിനെ വളർത്തുന്ന കാര്യങ്ങൾ വല്ലതും പറയുമ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ കമൻ്റ് ഇടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് അവരിടുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയാണ് ആ ഒരു കമൻറ്റിലൂടെ കാണിക്കുന്നത് എന്നുള്ള ഒരു അസംഷനിൽ, അത് തന്നെയായിരിക്കും സത്യാവസ്ഥ, അസംഷനിൽ ഞാനതങ്ങ് വിട്ട് കളയാണ് ചെയ്യാറ്. അപ്പം ഞാനിത് പറയാൻ കാരണം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പോസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒത്തിരി കമൻസ് കിട്ടി സങ്കടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കമൻസ് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാതിരിക്കുന്നത് ഒരു വീക്ക് മൂവായിട്ട് കണക്കാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ട്രോങ് മൂവാണ്. ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നമുക്കത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. കാരണം അല്ലാത്തവർക്ക് പ്രൂവ് ചെയ്യാനൊരു, അതായത് ഇപ്പം എനിക്ക് എന്നെ അറിയത്തില്ല, അല്ലെങ്കിൽ ഞാനൊരു എൻ്റെ
ഒരു സെൽഫ് വർത്ത് ഒന്നും എനിക്ക് അറിയത്തില്ല എങ്കിൽ ആരെങ്കിലും അയ്യോ ദീപ നീ ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യാനായിട്ട് കുറേയധികം ശ്രമിക്കും. ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മളെക്കാളും കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുന്ന ആൾക്കാർ, ഒരു ലെവൽ മേളിലിരിക്കുന്ന ആളാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ അയ്യോ അങ്ങനെ അല്ല എന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യത്തില്ലേ. സെയിം വേ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്തു, അത് നമ്മൾക്ക് കറക്റ്റാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന നെഗറ്റീവ് കമൻസ് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിന് ജസ്റ്റിഫൈ ചെയ്ത് നമ്മൾ കമൻ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന നെഗറ്റീവ് കമൻസിനെ ആർഗ്യൂ ചെയ്യാൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് അല്ല എന്നാണ് അർത്ഥം. വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെയൊക്കെ കാലത്ത് നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പം പൂവാലന്മാർ വഴിയിലൊക്കെ ഇങ്ങനെ നിൽക്കല്ലോ. അത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, കാരണം എല്ലായിടത്തും ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവരിങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് കുറേ പേര്, 1-2 പേര് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയുമ്പം അവരുടെ ഉദ്ദേശം നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോയിട്ട് അവരെ വളരെ കാര്യമായിട്ട് കണക്കാക്കാനോ ഒന്നുമല്ല. അവർ ജസ്റ്റ് ബുള്ളി ചെയ്യാണ്, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറഞ്ഞ് അവർക്കൊരു സന്തോഷം. അപ്പം ഇവർ കമൻറ്റ് പറയുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നിന്ന് പോടാ എന്നൊന്ന് പറഞ്ഞാൽ പോലും അവർക്കതൊരു അച്ചീവ്മെൻ്റ് ആണ്. അതായത് ഒരു ഗെയിം വിൻ ചെയ്ത കണക്കാണ്. നമ്മുടെ ഒരു റെസ്പോൺസ്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അവർക്കത് ഒരു വിന്നാണ്. സെയിം വേ ആണ് ഇതും ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരു സംഭവം പോസ്റ്റ് ചെയ്യുന്നു, ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വരുന്നു, വന്ന് കമൻ്റ് ഇടുന്നു, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി. അതിപ്പോൾ നമ്മൾ അവരെ തിരിച്ച് തെറി വിളിക്കുകയോ എന്ത് ചെയ്താലും അവർക്ക് സന്തോഷമായി, കാരണം നമുക്കത് കൊണ്ടു. അപ്പോൾ സെയിം വേ ഇങ്ങനെയുള്ള കമൻസിനെ നമ്മൾ അതിൻ്റേതായ ഇതിൽ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് കൊള്ളാൻ പോകുന്നത്. ഇതെന്താ ഇവൾ കണ്ടില്ലേ, ഇതൊന്നും നോക്കിയില്ലേ, ഇതെന്താ റെസ്പോണ്ട് ചെയ്യാത്തത്, അത് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ കൂട്ടും. അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ വേ. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ വേൾഡിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ പതിപ്പാണല്ലോ. അപ്പോൾ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും, പലതരം ഫ്രസ്ട്രേഷൻസ്, അല്ലെങ്കിൽ അവർക്കത് തീർക്കാൻ പറ്റുന്നൊരു മീഡിയമായിട്ട് അവർ കാണുന്നു. നമ്മളത് അതിൻ്റേതായ രീതിയിൽ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴും ബ്ലോക്ക് ഓപ്ഷനുണ്ട്, ഹൈഡ് ഓപ്ഷനുണ്ട്, റിപ്പോർട്ട് ഓപ്ഷനുണ്ട്, പിന്നെ ഡിലീറ്റ് ഓപ്ഷനുണ്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡിലീറ്റ് ആണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് വരുന്നത് ക്രിസ്മസ് സമയത്താണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വൈനിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തത്, കുഞ്ഞിലെ തൊട്ടേ എൻ്റെ വീട്ടിൽ അച്ചാച്ചി വൈനിടും ക്രിസ്മസ് ആകുമ്പം. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണത്. അപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു 1 കിലോ മുന്തിരിങ്ങ വാങ്ങിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനലിലെ ഏറ്റവും ഹയസ്റ്റ് വ്യൂ ഉള്ളത് ആ ഒരു വീഡിയോയ്ക്കാണ്. പക്ഷെ അത് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഒരു റെസിപ്പി വീഡിയോ, കാരണം എൻ്റെതൊരു കുക്കിംഗ് ചാനലല്ല. അപ്പോൾ ഒരു റെസിപ്പി വീഡിയോ മാതിരിയല്ല ഞാൻ ചെയ്തത്. ഞാൻ ഇവിടുന്ന് പോയി ഭരണി വാങ്ങിച്ച്, മുന്തിരി വാങ്ങിച്ച്, പഞ്ചസാര വാങ്ങിക്കുന്ന എല്ലാ കണക്കും കാര്യവും ഉൾപ്പെടെയാണ്. അതായത് ഒരു കൊച്ചു കുട്ടിക്ക് പോലും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിപ്പോയി. അതായത് ഞാൻ ആദ്യം സ്ഥലത്ത് പോയി ഭരണി വാങ്ങിച്ചു, ഭരണിയുടെ റേറ്റ്, ഭരണി എവിടെ കിട്ടും, കാരണം ഇതൊക്കെ ഒരു ബേസിക് ഇതാണ്, നമ്മുടെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു വലിയ വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അതിൻ്റെ താഴെ എനിക്ക് കിട്ടാനൊന്നുമില്ല. എന്നെ തെറി വിളിച്ചു, എൻ്റെ അച്ചാച്ചിനെ തെറി വിളിച്ചു, പിന്നെ അവളുടെ ഒരു അപ്പൂപ്പൻ്റെ ഭരണി, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ കമൻസാണ്. അത് എല്ലാ വർഷവും കൃത്യമായിട്ട് എനിക്ക് ഡിസംബർ മാസമായിട്ട് കിട്ടും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കുറേയൊക്കെ കമൻസ് വന്നു,
കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല, ഇതൊരു റിപ്പീറ്റഡ് പ്രോസസ്സാണ്. അപ്പം ഞാൻ എല്ലാ കമൻസും അണ്ടർ റിവ്യൂ, അതായത് എൻ്റെ റിവ്യൂ കഴിഞ്ഞാൽ മാത്രമേ അത് പബ്ലിക്കിന് കാണാൻ പറ്റൂ, ആ രീതിയിലാക്കി വെച്ചു. അപ്പം ഇപ്പം ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നോക്കിയിരിക്കും, വന്നല്ലോ കമൻസ്, അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കമൻസ് മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. ആ ഒരൊറ്റ വീഡിയോയ്ക്ക് മാത്രം ഞാൻ അങ്ങനെ കമൻസ് ഫോർ റിവ്യൂ ഇട്ടേക്കുക. പിന്നെ അതിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 3ഉം ഒക്കെ ഉണ്ട്, അതിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഉണ്ട്. അതിലൊന്നും ആരും അങ്ങനെ കമൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആദ്യത്തെ വീഡിയോ കണ്ട് അത് ചെയ്ത് നോക്കിയ ആൾക്കാർ അടുത്തടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ അത് പിഴിഞ്ഞെടുക്കുന്നതും പിന്നെ പഞ്ചസാര കരിക്കുന്നതുമായിട്ടുള്ള പ്രോസസ്സൊക്കെയാണ്. അത് കൃത്യമായിട്ട് വേണ്ടവർ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റേ വീഡിയോ കയറി റീച്ച് ആയതുകൊണ്ട് എല്ലാവരും നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകണം, അല്ലാതെ പിന്നെ മുന്തിരി വൈൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഭരണി മേടിക്കണം, മനസ്സിലായോ? ഭരണി ഇന്ന കടയിൽ നിന്ന് തന്നെ മേടിക്കാവുള്ളൂ, അത് പ്രൊമോഷൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര അച്ചാച്ചിനെ വരെ തെറി വിളിച്ചു എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് മതിയായി. പക്ഷേ നമുക്ക് ചിക്കിലി കിട്ടുന്നതാണല്ലോ. സോ കമൻറ്റ് നമ്മൾ റിവ്യൂവിന് ഇട്ടാൽ മതിയല്ലോ, എന്തിനാ വെറുതെ അത് പേടിച്ച് നമ്മൾ ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്യുന്നത്? അപ്പോൾ പല വിധമാണ് ആൾക്കാർ. അതുപോലെ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ഒന്നും വന്നിട്ട് ഇതുപോലത്തെ കമൻസ് ഒന്നും ഇടാറില്ല. ഇങ്ങനെ വഴി കൂടെ പോയി എങ്ങാനും നമ്മുടെ വീഡിയോ ഇച്ചിരി ഒന്ന് പൊങ്ങി വന്നാൽ മാത്രമേ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഇത് റീച്ചായി, നമ്മുടെ വീഡിയോ കുറച്ച് റീച്ചായി, അതുകൊണ്ടാണ് നമുക്ക് ഈ നെഗറ്റീവ് കമൻസ്. ഞാനിപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത് അതിനെ. അതായത് നമുക്ക് നെഗറ്റീവ് കമൻസ് കിട്ടുന്നുണ്ടോ, നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അത് സന്തോഷിക്കുകയാണ് ശരിക്കും വേണ്ടത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പുതിയതായിട്ട് തുടങ്ങിയിട്ട് ഇതുപോലത്തെ കച്ചറ കമൻസ് ഇടുന്നത്, അതായത് വൾഗർ കമൻസ് ഇടുന്നത്, അത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്ത് ചിലപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ ഒന്നും പ്രായമായിരിക്കില്ല, കൊച്ചു പിള്ളേരായിരിക്കും. എനിക്ക് അങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരൊക്കെ വാട്സപ്പിൽ നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ സംസാരിച്ചതിൽ ഒരാളുടെ ഇതിൽ നിന്ന്, അതായത് വളരെ കാര്യമായിട്ട് നമ്മൾ അവരോടത്ത് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വഴിക്ക് തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പം അതിന് എനിക്ക് വോയിസ് ഇങ്ങോട്ട് അയച്ചു. അപ്പം എനിക്ക് മനസ്സിലായത് അതൊരു കൊച്ചുകുട്ടിയാണ്. അതായത് എനിക്ക് തോന്നുന്ന ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ സ്വരമാണ്. അപ്പോൾ അമ്മയുടെ ഫോണിൽ നിന്ന് അയച്ചേക്കുന്നതാണ്. അപ്പം നമുക്കറിയത്തില്ല. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഓക്കെ ഇങ്ങനെയും സംഭവിക്കാം. ഇവരെ കമൻറ്റ് ചെയ്യുന്നതേ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം നമ്മുടെ പിള്ളേരാണെങ്കിലും ഏറ്റവും ഇളയ ആൾ ചില വീഡിയോയ്ക്കൊക്കെ പോയി കമൻറ്റ് ചെയ്യും. അതായത് അത് ഫോറിൻ മറ്റേ ഇംഗ്ലീഷ് ചാനൽസിൻ്റെയൊക്കെ താഴെ കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അവൾ ഇങ്ങനെ പറയും, അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത അതൊക്കെ എഴുതി വയ്ക്കും. അപ്പം ഞാനല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെയാണ് പിള്ളേരും അങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ചുമ്മാ ഇതിൻ്റെ പുറകെയൊക്കെ അവരവിടെ കിടന്ന് എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ, നമുക്കപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാമല്ലോ. കാരണം ശരിക്കും അറിയത്തില്ല ഇത് ആരാ കമൻറ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രായമായിരിക്കും, നമ്മളെക്കാളും വലിയ ആൾക്കാരായിരിക്കും, ചിലപ്പോൾ കൊച്ചു പിള്ളേരായിരിക്കും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ആ രീതിയിലെടുത്ത് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ഒന്ന് പറയണമെന്ന് തോന്നി. ഇച്ചിരി ലെങ്തി വീഡിയോ ആയിപ്പോയി, ഐ എം സോറി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.